75 58 മാസം കൊണ്ട് 34 വിമാനത്താവളങ്ങൾ നിർമ്മിച്ചു. ഈ രാജ്യത്തെ പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ നമുക്കെല്ലാവർക്കും അറിയാം. പിഞ്ചു കുട്ടികളുടെ വിദ്യാഭ്യാസം സംരക്ഷിക്കുന്നു, പിഞ്ചു കുട്ടികളെ കൈപിടിച്ചുയർത്തുന്നു. അവരുടെ ഭാവി 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാം തന്നെ കൈപിടിച്ചുയർത്തുന്ന ഗവൺമെന്റ്. അഭിമാനത്തോടുകൂടി നമുക്ക് വോട്ടർമാരുടെ മുന്നിൽ പറയാൻ വേണ്ടി സാധിക്കണം. ഇന്നലെ വരെ ഇവിടെ നരേന്ദ്രമോദിയെ കല്ലെറിയുന്നവർ ആരെങ്കിലും ആകട്ടെ, നരേന്ദ്രമോദിയെ തൂക്കിലേറ്റുന്നവർ ആരെങ്കിലും ആകട്ടെ, നരേന്ദ്രമോദിയെ പരസ്യമായി അധിക്ഷേപിക്കുന്നവരാരുമാകട്ടെ, അഭിമാനത്തോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും വോട്ടർമാരോട് ഒരു ചോദ്യം ചോദിക്കാം. ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ ഈ രാജ്യത്ത് ഒട്ടനവധി പ്രധാനമന്ത്രിമാർ വന്നല്ലോ. EMS നമ്പൂതിരിപ്പാട് മുതൽ ബഹുമാനനായ പിണറായി വിജയൻ വരെ ഭരിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണും നമ്മൾ കണ്ടല്ലോ. ഇന്നലെ വരെ ഏതെങ്കിലും ഒരു പട്ടിണിപ്പാവം, ഒരു സെന്റ് ഭൂമിയില്ലാത്തവൻ, വഴിയോരത്ത് ആകാശത്തെ മേൽക്കൂരിയായി നോക്കി നിൽക്കുന്ന ഒരു പാവപ്പെട്ടവൻ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയാൽ ഒരു 5 സെന്റ് ഭൂമിയുടെ നികുതി രശീതിയില്ലാതെ, 2 ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ സെക്യൂരിറ്റി ആൾജാമ്യമില്ലാതെ 1 ലക്ഷം രൂപ കൊടുത്തതിന്റെ ഒരു കഥ പറയാൻ കോൺഗ്രസിനെയും CPM-നെയും പരസ്യമായി നാം വെല്ലുവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെ നമുക്ക് പറയാം, 15.5 കോടി മുദ്രാ വായ്പ ഈ രാജ്യത്ത് കൊടുത്തത് പാവപ്പെട്ടവനാണ്. ഒരു ഈടുമില്ലാത്ത വായ്പ. എന്തിന് നരേന്ദ്രമോദിയെ കല്ലെറിയണം? SSLC കഴിഞ്ഞ +2 കഴിഞ്ഞ നമ്മുടെ സഹോദരിമാർക്ക് MBBS-നും ബിരുദങ്ങൾക്ക് പഠിക്കാൻ ഈടില്ലാത്ത വായ്പ കൊടുക്കുന്ന ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് എല്ലാ വിഭാഗങ്ങളെയും കൈപിടിച്ചുയർത്തിയുള്ള ഗവൺമെന്റാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. 33 കോടി സാധാരണക്കാരെ സുരക്ഷാ പദ്ധതികളുടെ കീഴിൽ കൊണ്ടുവന്നു. 5.7 കോടി, അതായത് 330 രൂപ അടച്ചാൽ ഏത് വിധത്തിലും മരണം പ്രാപിക്കുന്നവർക്ക് 2 ലക്ഷം രൂപ കൊടുക്കുന്ന പദ്ധതി 5.7 കോടി സാധാരണക്കാരെ ഉൾപ്പെടുത്തി. 14 കോടി സുരക്ഷാ ബീമാ യോജനയിൽ 12 രൂപയ്ക്ക് 2 ലക്ഷം രൂപ കിട്ടുന്ന സുരക്ഷാ പദ്ധതി. അടൽജി പെൻഷൻ യോജനയിൽ 1,70,00,000 യുവതിയുവാക്കളെ. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയോ, 2014 മെയ് മാസം വരെ ഈ രാജ്യത്ത് ആകെ കൊടുത്ത ഗ്യാസ് കണക്ഷന്റെ എണ്ണം 13 കോടിയാ. കോൺഗ്രസുകാരനൊന്ന് എഴുതി വെക്കണം, നരേന്ദ്രമോദിയെ കല്ലെറിയുന്നവർ എഴുതി വെക്കണം. 2014 വരെ 13 കോടി ഗ്യാസ് കണക്ഷൻ കൊടുത്ത ഒരു രാജ്യത്ത് 58 മാസം കൊണ്ട് സാധാരണക്കാരന്റെ കുടിലുകളിലേക്ക് കൊടുത്തിട്ടുള്ളത് 12 കോടി ഗ്യാസ് കണക്ഷനായി. ഇന്ന് ഈ രാജ്യത്ത് 25 കോടി ഗ്യാസ് കണക്ഷൻ സാധാരണക്കാരുടെ വീട്ടിലുണ്ടെങ്കിൽ 8 കോടിയോളം സൗജന്യമായി സാധാരണക്കാരന് കൊടുത്ത ഒരു ഗവൺമെന്റ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ രാജ്യത്ത് നരേന്ദ്രമോദിയെ കല്ലെറിയുന്നവർ എന്തിനാണെന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം വോട്ടർമാരുടെ മുന്നിലേക്ക് നാം വെക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതെല്ലാം തന്നെ എനിക്കും എന്റെ വോട്ടർമാരോട് പറയാനുണ്ടായിരുന്നു. ഏകദേശം 300ഓളം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് വികസനത്തിന്റെ വിപ്ലവം എത്തിച്ചിട്ടുള്ള കഥകൾ എനിക്കും കോഴിക്കോട് പറയാനുണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിച്ചു വന്നത്, നിർഭാഗ്യവശാൽ എന്നെ ജയിലിലടച്ചു. 381 മണിക്കൂർ എന്നെ ജയിലിലടിച്ചു. ഒന്നും തന്നെ പറയാൻ വേണ്ടി പാടില്ല. ഒരു കേസിന് ജയിലിലടച്ചപ്പോ ആ കേസിൽ നിന്ന് ഇറങ്ങുമ്പോ രണ്ടാമതൊരു കേസ് കൊണ്ടുവരുന്നു. ഇങ്ങനെ എണ്ണി എണ്ണി വോട്ടർമാരെ വരെ ഒരു നോക്കു കാണാൻ, ഒന്ന് വോട്ട് അഭ്യർത്ഥിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ജയിലിലടച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടുകൂടി നിങ്ങളോട് പറയുന്നു, ആ 381 മണിക്കൂർ എനിക്ക് പൂമാലയായിരുന്നു. ജയിലറ എനിക്ക് പൂമാലയായിരുന്നു. കാരണം കോടാനുകോടി ജനങ്ങളുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിച്ച് ആ സർക്കാർ സ്പോൺസേഡ് ആചാര ലംഘനത്തിനെതിരെ ജീവൻ വേണമെങ്കിൽ ജീവൻ കൊടുക്കാൻ എന്നോട് പാർട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രാജ്യത്തെ, ലോകത്തെ കോടാനുകോടി ഭക്തർക്ക് വേണ്ടി പോരാടിയിട്ടുള്ളത്. 10,000-കണക്കിന് ഭക്തരെ തുറുങ്കിലടിച്ചിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അഴിമതി ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഗവൺമെന്റ്, ഒരു തെരഞ്ഞെടുപ്പാണ്.
ഒരു രൂപയുടെ അഴിമതി പോലും 58 മാസക്കാലത്ത് നേരിടേണ്ടി വരാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. ഭീകരവാദത്തെ ഒരൊറ്റ സംസ്ഥാനങ്ങളിൽ തളച്ചിട്ടുകൊണ്ട് രാജ്യസുരക്ഷയെ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ഭീകരവാദം ചർച്ച ചെയ്യാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഏതവസരവാദ കൂട്ടുകെട്ട് വന്നാലും ഈ തെരഞ്ഞെടുപ്പ് വികസനത്തിന് പിന്തുണ കൊടുക്കുന്നവരും വികസന വിരോധികളും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ്. ആ പോരാട്ടത്തിൽ, ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ നാളെയുടെ കാവലാളുകളായി നാളെയുടെ പുതിയൊരു പോരാട്ടത്തിന് നിങ്ങൾ തയ്യാറെടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. പ്രിയമുള്ളവരെ, നാം അത്യാവേശപൂർവ്വം കാത്തിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി 15 നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ എത്തുകയാണ്. അദ്ദേഹത്തിന് ആവേശോജ്വലമായ മുദ്രാവാക്യം വിളികളോടെ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മുമ്പിൽ സ്ഥാനാർത്ഥികൾ സംസാരിക്കാനുണ്ട്. അവർ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ നിങ്ങളോട് സംസാരിക്കും. അതിനു മുമ്പ് നമ്മളെ അതിഥിയായി ഇവിടെ എത്തിയ ശ്രീ PC ജോർജ് സാറിനോട് അല്പവാക്കുകൾ സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നമ്മുടെ വേദിയിലുള്ള BJPയുടെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരെ, അതോടൊപ്പം വേദിയിലുള്ള NDAയുടെ വിവിധ കക്ഷി നേതാക്കന്മാരെ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ സ്ഥാനാർത്ഥികളെ, എന്നെ ശ്രവിക്കുന്ന പ്രിയങ്കരായ എൻ്റെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, എനിക്ക് അനുവദിച്ചിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയമാണ്. എങ്ങനെ പ്രസംഗിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഒരു അരമണിക്കൂറെങ്കിലും കിട്ടിയില്ല എന്ത് പറയാനോ എനിക്കറിയില്ല. ഇവർ പറയുന്നത് 2 മിനിറ്റ് കൊണ്ട് നിർത്തണമെന്നാണ്. നിയമസഭയിൽ ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ PC ജോർജ് എന്ന് പേര് വിളിക്കും, ഞാൻ ഏക്കുമ്പോൾ പറയും 2 മിനിറ്റ് എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വിളിക്കാതിരുന്നാൽ പോരെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ആ 2 മിനിറ്റ് എനിക്ക് കിട്ടുന്ന 1 മിനിറ്റ് എൻ്റെതും 1 മിനിറ്റ് നമ്മുടെ രാജഗോപാൽ എന്ന BJPയുടെ പ്രിയങ്കരനായ MLA രാജേട്ടൻ തരുന്ന സമയമാണ്. അങ്ങനെ രാജേട്ടൻ്റെ ഔദാര്യം കൊണ്ടാണ് ഈ 2 മിനിറ്റ് പ്രയോഗം ഞാൻ നിയമസഭയിൽ കഴിഞ്ഞ് 3 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനി ഒരു 2 കൊല്ലം എല്ലാവരുടെയും അംഗീകാരത്തോടുകൂടി ആ 2 മിനിറ്റ് ഉപയോഗിക്കാൻ അവസരം തന്നു എന്നതിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം സുഹൃത്തെ, ദീർഘമായിട്ടൊന്നും പറയാൻ പോകുന്നില്ല, കാരണം സമയമില്ല. അതുകൊണ്ടാണ്. ഞാൻ വോട്ട് ചെയ്യുന്നത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലാണ്. ആ നിയോജക മണ്ഡലം പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് K. സുരേന്ദ്രനാണ്. പറഞ്ഞു തീരട്ടെ സുഹൃത്തുക്കളെ. ആ സുരേന്ദ്രൻ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ആരാണെന്ന്. ഒരു സംശയം വേണ്ട. K. സുരേന്ദ്രൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ പ്രതിനിധിയായി എത്തിയിരിക്കും. താമര ചിഹ്നത്തിൽ തന്നെ എത്തിയിരിക്കും, സംശയിക്കേണ്ട. ഒരു കാര്യം കൂടെ പറയുമ്പോൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഇനിയും കുഴപ്പമാണല്ലോ. ഒരെണ്ണം കൂടെ പ്രഖ്യാപിക്കാൻ പോവാൻ ഞാൻ തിരുവനന്തപുരത്ത് അടുത്ത് 20-ാം തീയതി ഒരു 10-40 കിലോമീറ്റർ ഞാൻ റോഡ് ഷോ എൻ്റെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റി തിരുവനന്തപുരത്ത് യാതൊരു സംശയമില്ല, എനിക്ക് വോട്ട് ഇല്ലെങ്കിലും എൻ്റെ ആളുകൾ വളരെയധികം ഉള്ള വോട്ടാണ്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പരിപൂർണ പിന്തുണ പ്രിയങ്കരനായ നമ്മുടെ ജനനേതാവിന് കൊടുക്കും. തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് ഔദ്യോഗികമായി തന്നെ പറയുകയാണ്. അപ്പോൾ ബാക്കി 18 സീറ്റ് എങ്ങനെയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാത്തത് വേറെ ഏത് പറഞ്ഞാലും ബാക്കി തോറ്റു എന്ന് നിങ്ങൾ വീണ്ടും എഴുതൂ എന്നതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഈ 2 എണ്ണം ഞാൻ ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് 100% ബോധ്യമുണ്ട്. വേറെ 2 സീറ്റ് കൂടി നമ്മൾ ആഞ്ഞു പിടിച്ചാൽ ജയിപ്പിക്കാൻ കഴിയും. ഏതാണെന്ന് ഈ നേതാക്കന്മാർക്കറിയാം. നാളെ മുതൽ അതിൻ്റെ പുറകെ നിൽക്കുകയാണ്.
ഞാൻ പേര് പറഞ്ഞ് മറ്റ് സ്ഥാനാർത്ഥികളെ ചെറുതാക്കുന്നില്ല. എനിക്ക് ഈ യോഗത്തിൽ ഒറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെ പ്രശ്നമാണ്. ശബരിമല എന്ന് മിണ്ടരുതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ശബരിമല ശാസ്താവ് ദൈവമല്ല, ദൈവമാണെന്ന് നമ്മളാരും പറഞ്ഞില്ലല്ലോ. ദൈവത്തെ പിടിച്ച് വോട്ട് ചോദിക്കാൻ പാടില്ല. പക്ഷെ ശബരിമല ശാസ്താവ് ഒരു റിയാലിറ്റിയാണ്. ശബരിമല അയ്യപ്പൻ റിയാലിറ്റിയാണ്. പന്തളം രാജകൊട്ടാരത്തിൽ ജനിച്ച വ്യക്തിയാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആ ശബരിമല തീർത്ഥാടനത്തിനിടയിൽ വഴക്കുണ്ടാക്കാൻ ആരിറങ്ങിയാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ആ ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ആചാരങ്ങളെ മുഴുവൻ തച്ചുടയ്ക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പിണറായിയല്ല 16 പിണറായി വന്നാലും ആചാരത്തെ തകർക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള ബാധ്യത ഈ കേരളത്തിലെ വിശ്വാസികളായ ജനങ്ങൾക്കുണ്ട്. അത് സംബന്ധിച്ച് എനിക്ക് നമ്മളിവിടെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു ചോദ്യമുണ്ട്. ആ ആചാര സംബന്ധമായ ഒരു കേസ് സുപ്രീം കോടതി നിൽക്കുക. സുപ്രീം കോടതി ആചാരങ്ങൾ മുഴുവൻ തകർക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. അതിൻ്റെ പേര് റിവ്യൂ പെറ്റീഷൻ, ഞാൻ റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ആ റിവ്യൂ പെറ്റീഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളി. നമ്മുടെ ആചാരങ്ങൾക്ക് വിരുദ്ധമായ നടപടി പിണറായി വിജയന്റെ ഗവൺമെന്റ് ആവശ്യപ്രകാരമുള്ള വിധിയാണ് വരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞിട്ട് വേണം കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ. ഇല്ലെങ്കിൽ വോട്ടിന് പകരം ആട്ട് കിട്ടും പറഞ്ഞേക്കാം. അത് പറയാതിരിക്കാൻ ഒരു മാർഗവും ഇല്ല. അത് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം എന്ത് പറയുന്നു? പ്രിയങ്കരനായ മോദിജി NDA സഖ്യം NDA വെച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ആചാര സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന്. ആ ഉത്തരവാദിത്തം നരേന്ദ്രമോദിജി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരും NDAയും ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് ഉത്തരം പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി വെറുതെ വയനാട്ടിൽ വന്ന ഗതിയാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച നിങ്ങൾ കാണിക്കരുത്. അതുപോലെ തന്നെ ഞാൻ സമയക്രമം ചുരുക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കണ്ടേ? കാർഷിക മേഖലയാണ്. എന്തുകൊണ്ട് BJP സഖ്യത്തിൽ ചേർന്നു എന്ന് ജനത പക്ഷേ നമ്മുടെ PC ജോർജിനോട് ചോദിക്കുന്നതോട് എനിക്കൊരു അപേക്ഷയുണ്ട്. കേരള ജനപക്ഷം വെറുതെ ചേർന്നിട്ടുള്ളതല്ല, വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇവിടുത്തെ റബ്ബർ കൃഷി നിങ്ങൾ ആലോചിക്കണം. 50 വർഷമായി മധ്യ തിരുവിതാംകൂറിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് റബ്ബർ കൃഷിയെ ഒരു കൃഷിയാക്കി മാറ്റണം, റബ്ബറിനെ കാർഷികോൽപ്പന്നമാക്കി മാറ്റണം. 50 കൊല്ലമായി സമരം ചെയ്യുക. ഒരുത്തനും കേൾക്കാനില്ലായിരുന്നു. കോൺഗ്രസ്സുകാരന് 9 മന്ത്രിമാരുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ആന്റണി ഉൾപ്പെടെ കരഞ്ഞു പറഞ്ഞു, കേൾക്കാൻ ആളുണ്ടായില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് റബ്ബർ നയം പ്രഖ്യാപിക്കപ്പെട്ട് അതിന്റെ കരട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ കരട് നയത്തിൽ നാണ്യവിളയായിരുന്ന റബ്ബറിനെ കാർഷികോൽപ്പന്നമാക്കി മാറ്റും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ മധ്യ തിരുവിതാംകൂറിലെ കൃഷിക്കാരൻ, കേരളത്തിലെ കൃഷിക്കാരൻ NDAയ്ക്കും മോദിജിക്കും എതിരായി നിൽക്കും? എനിക്കറിയില്ല. അങ്ങനെ നിൽക്കുന്നത് നന്ദികേടാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. വിശ്വാസികളെ സംരക്ഷിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ഒരു പ്രധാനമന്ത്രിയെയും ആ പ്രധാനമന്ത്രിക്ക് പിന്തുണ കൊടുക്കാനുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ തീരുമാനത്തെയും കേരളം എതിർക്കുന്നത് എന്തുകൊണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രിയായി അഭിനയിച്ച എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇവിടെ മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിന് അവസരം കിട്ടുമെന്ന്. നമ്മുടെ മലയാളികൾ ചെയ്യുന്നൊരു പാപമുണ്ട്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയം എപ്പോൾ തിരിഞ്ഞാലും അതിന് വിരുദ്ധമായ ഒരു സ്വഭാവം. ഞാൻ അസഭ്യം പറഞ്ഞു എന്ന് പറയരുത്. നമ്മുടെ മലയാളികൾ മുഖത്ത് പൗഡർ ഇടണം, ചന്തിയെ പൗഡർ ഇടരുത്. വിനയത്തോടുകൂടി പറയുക. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാനുള്ള ബാധ്യത നമ്മൾ കാണിക്കണ്ടേ? ഇന്ത്യയുടെ ഭരണം നിങ്ങൾ എഴുതിയിട്ടോളൂ, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ഇന്ത്യയുടെ ഭരണം
മോദിജിയുടെ കൈകളിലായിരിക്കും എന്നതിൽ ആർക്കും ഒരു സംശയമില്ല. രാഹുൽ ഗാന്ധിക്ക് സംശയമില്ലല്ലോ. രാഹുൽ ഗാന്ധി ഒന്ന് പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി കൈയും കാലും ഇട്ട് അടിച്ചോണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ അമേത്തിയിലും നോമിനേഷൻ കൊടുക്കുന്നു, വയനാട്ടിലും കൊടുക്കുന്നു. അമേത്തിയിലും വയനാട്ടിലും ഞാൻ ജയിച്ചാൽ വയനാട് ഞാൻ സ്വീകരിക്കും, അമേത്തി ഉപേക്ഷിക്കും എന്ന് പറഞ്ഞു. അമേത്തിയിലെ ആളുകൾ പിന്നെ അങ്ങനെ വോട്ട് ചെയ്യുമോ? ഉപേക്ഷിക്കുന്നവർ വോട്ട് ചെയ്യണോ? തലയിൽ എന്തെങ്കിലും വിവരമുള്ള നീ ഇങ്ങനെ മണ്ടത്തരം പറയുമോ? അതാണ് പറഞ്ഞ പക്വത വന്നില്ല രാഹുൽ ഗാന്ധിക്ക്. അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞു അവിടെ ഉപേക്ഷിക്കുന്നു. അവിടെ ചെന്നപ്പോൾ വഴക്കായി, അവിടെ ജനങ്ങൾ അറിഞ്ഞു. അങ്ങനെ അദ്ദേഹം ഉപേക്ഷിക്കാൻ പോകുന്ന നിയോജക മണ്ഡലത്തിൽ വോട്ട് എന്തിനു കൊടുക്കണം? അമേത്തിലെ ജനങ്ങൾ ചോദിച്ചിറങ്ങിയപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം തിരിച്ചടിച്ചു, ഇത് രണ്ടും ജയിച്ചാൽ ഞാൻ വയനാട് ഉപേക്ഷിച്ചേക്കാം. പിന്നെ വയനാട് പാർലമെന്റിലുള്ളവർ എന്തിനങ്ങനെ വോട്ട് ചെയ്യണം? അങ്ങനെ അവിടെ ജയിച്ചോട്ടെ. അപ്പോൾ യാതൊരു കാരണവശാലും പക്വതയില്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്നു എന്നതാണ്. ഇപ്പം 44 സീറ്റുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തോട് ക്ഷമിക്കണം, അവർക്കൊരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമെങ്കിലും കൊടുത്ത് ഒരു 5 കൊല്ലത്തേക്ക് ബുദ്ധി വളരാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ബുദ്ധി വളരാൻ വേണ്ടി നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സമയം കടന്നു പോകുന്നു, ദീർഘിപ്പിക്കരുതെന്ന് വീണ്ടും വീണ്ടും പറയുന്നു. സ്പീക്കർ പോലെ വീണ്ടും ഓർഡർ വന്നോ എന്ന് ഭയമുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് മുതലല്ല, നിങ്ങൾ പ്രവർത്തകരാണ്, നിങ്ങൾ നേതാക്കന്മാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവർ. നിങ്ങളാണ് ഈ സ്റ്റേജിലിരിക്കുന്നവരല്ല നമ്മുടെ മുന്നണിയെ വിജയിപ്പിക്കേണ്ടത്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നല്ലവരായ നിങ്ങളാണ്. നിങ്ങളുടെ പ്രവർത്തനം എത്രമാത്രം ശക്തിമെത്രാണോ ആ ശക്തിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു സംശയവും വേണ്ട, നമ്മുടെ NDA അധികാരത്തിലുണ്ടാവും കേന്ദ്രത്തിൽ. തീർന്നില്ല, അതുകൊണ്ട് ഉറങ്ങാൻ നേരമില്ല. നമുക്ക് ഉടനെ വരാൻ പോകുക ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ ത്രിതല പഞ്ചായത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളും നമുക്ക് പിടിച്ചടക്കണം. ആ ബുദ്ധിയോടുകൂടി, ആ ചിന്തയോടുകൂടി നിങ്ങൾ പ്രവർത്തന രംഗത്ത് ഇപ്പോൾ നിൽക്കുന്നത് പോലെ അന്ന് വരെ നിൽക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുക. തീർന്നില്ല. ഇവിടെ പ്രിയങ്കനായ നമ്മുടെ നേതാവോട് സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പ്രവർത്തനത്തെ പറ്റിയാണ്. എനിക്ക് ഒരപേക്ഷ കൂടെ ഉണ്ട്, നിങ്ങൾ നിർത്തരുത്. ഇപ്പോൾ നിയമസഭയിൽ രാജേട്ടനും ഞാനും തന്നെയാണ്. അവിടെ BJPയെ പറ്റി എപ്പോഴും അത് വലിയ രസമാണ്. CPM-ഉം കോൺഗ്രസും ലീഗ് ഒരുമിച്ചാണ് BJP ആക്രമിക്കുക. എതിരാളികളില്ലല്ലോ, ചുമ്മാ ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിയാ ജോലി. ആ ജോലിക്ക് നിർത്താൻ ഇനി ഞാനും രാജേട്ടൻ്റെ കൈ കോർത്തുകൊണ്ട് നിൽക്കും. ഇതുവരെ എനിക്കതിന് കഴിയില്ലായിരുന്നു. ഇനി ആ ഗോളടി സമ്മതിക്കില്ല. എത്ര ബോൾ വന്നാലും തിരിച്ച് അടിച്ച് അവൻ്റെയൊക്കെ ചങ്കിൻ്റെ വർമ്മം നോക്കി തിരിച്ചടി കൊടുക്കും, സംശയിക്കേണ്ട. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഈ പ്രവർത്തനം പാർലമെന്റിലേക്കാണെങ്കിൽ അടുത്ത 1.5 വർഷത്തിന് മുമ്പ് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തന്നെയാണ് നേതാക്കന്മാരാകാൻ പോകുന്നത്. നിങ്ങൾ നേതാക്കന്മാരായി വന്നിട്ട് ഉറങ്ങരുത്. വീണ്ടും വരുന്നുണ്ട് 2021 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയുടെ, ഈ മുന്നണിയുടെ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. നിങ്ങൾ അതിന് ഏറ്റെടുക്കണം. ഞാൻ മുസ്ലിം ലീഗുകാർ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുക. മുസ്ലിം ലീഗുകാർ എന്താ ഇത്ര വികാരങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അവർ മുസ്ലിങ്ങളുടെ സ്വന്തമാണെന്നാണ് പറയും. മുസ്ലിം BJP ഹിന്ദു വർഗീയതയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് മുസ്ലിം വർഗീയതയാണോ? പറയണം. മുസ്ലിം ലീഗിൽ ബഹുഭൂരിപക്ഷമല്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന മാന്യനായ മതേതര വ്യക്തിത്വമായിരുന്ന CH മുഹമ്മദ് കോയയെ തൊപ്പി ഊരി സ്പീക്കറാക്കിയത് BJPക്കാരല്ല എന്നോർക്കുന്നത് നല്ലതാണ്. ആരാണ്? പിണറായി സഖാവിൻ്റെ പാർട്ടിയാണ്. പിണറായി സഖാവിൻ്റെ പാർട്ടിയാണ് CH മുഹമ്മദയെ തൊപ്പി ഊരിച്ചിട്ട് സ്പീക്കറാക്കി വെച്ചത്. അതിന് കൈയടിച്ച് കൊടുത്തത് കോൺഗ്രസ്സാണ്.
ബാബറി മസ്ജിദ് തകർത്തത് BJP അല്ല. ബാബറി മസ്ജിദ് തകർത്തതും നരസിംഹറാവു എന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിയാണ്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിം ലീഗുകാരൻ ഹിന്ദു വർഗീയതയ്ക്കെതിരെ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. ശരിയല്ല. നിങ്ങൾ ശരിയോടൊപ്പം നിൽക്കാൻ പഠിക്കണം. ദേശീയ രാഷ്ട്രീയത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം. ആ മാന്യത പ്രകടിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. ചർച്ച ബില്ല് വരുന്നുണ്ട്. അതിനെപ്പറ്റി കേന്ദ്ര BJPയുടെ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഹജ്ജ് കോട്ടയുടെ പ്രശ്നമുണ്ട്. ഹജ്ജിന് പോകുന്ന നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ സബ്സിഡി സംബന്ധിച്ച പ്രശ്നമുണ്ട്. ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കേണ്ടത് ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് എന്നറിഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ ന്യൂനപക്ഷങ്ങളും അഭിമാനബോധത്തോടുകൂടി BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്ന് വിനയമനസ്രമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, അതാണ് നമ്മുടെ നാടിന് നന്മ. ആ നന്മയെ നിങ്ങൾ തട്ടിക്കളയരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത്, വോട്ടഭ്യർത്ഥിക്കുന്നത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന തുഷാർജിയാണ്. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചേട്ടനിപ്പോൾ സംസാരിച്ച സമയത്ത് ഹിന്ദു വർഗീയവാദമൊന്നും മുസ്ലിം ലീഗിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി ഇവിടെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാട്ടിൽ നോമിനേഷൻ നടന്ന അന്ന് മുതൽ ഇന്ത്യ മൊത്തം പലതരത്തിലുള്ള വാർത്തകൾ ചമച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലും. ശ്രീ നരേന്ദ്രമോദിജിയും അതുപോലെ തന്നെ അമിത്ഷാജിയുമെല്ലാം ഏതോ വലിയ സാമുദായികമായിട്ടുള്ള സ്പർദ്ധയുണ്ടാക്കുവാൻ വേണ്ടിയാണ് പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഒരുപാട് മാധ്യമങ്ങൾ നമ്മളിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും മുസ്ലിം സമുദായത്തെ പരമാവധി NDAക്കെതിരെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തെ പരമാവധി NDAക്കെതിരെ തിരിച്ചുവിടുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ പറയുന്ന രണ്ട് LDFും UDF, നമ്മളെ ആരോപണങ്ങൾ പറയുന്ന LDFിൻ്റെയും UDFിൻ്റെയും കേരളത്തിലെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി നടത്തിയിട്ടുള്ള ഭരണത്തിൽ നമ്മളൊരു പരിശോധിച്ച് നോക്കണം. ഇവർക്ക് എങ്ങനെ മതേതരത്വം പറയാൻ കഴിയും? മദനി എന്ന് പറയുന്ന ഈ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദിയെ കൂടെ നിർത്തിയിരിക്കുന്നവരാണ് LDF എന്ന് പറയുന്നത്. അതുപോലെ തന്നെ UDF എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ഉൾപ്പെടെ, അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സാമുദായിക പാർട്ടികളെ മുഴുവൻ കൂടെ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന LDFനും UDFനും എങ്ങനെ മതേതരത്വം പറയാൻ കഴിയും? അതിനേക്കാൾ ഉപരി ഈ പറയുന്ന രണ്ട് കക്ഷികളും മാറി മാറി ഭരിച്ചപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ ഓരോന്നും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കണം. ഓരോ ജാതികളെ പ്രീണപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ നിയമങ്ങൾ ഈ രാജ്യത്ത് കേരളത്തിൽ ഉണ്ടാക്കിയുണ്ടായി. നമുക്ക് ഇന്ന് കേരളത്തിൽ 51% മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മാപ്പിള ഗവൺമെന്റ് സ്കൂള് എന്ന് പേരിടണമെന്ന് കേരളത്തിൽ നിയമം ഉണ്ടാക്കിയത് ആരാണ്? അന്ന് ഈ പറയുന്ന LDFും UDFും ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഇവിടെ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന മതന്യൂനപക്ഷങ്ങളുടെ കുട്ടികൾക്ക് മാത്രം അവർക്ക് 1000ങ്ങളും 10,000ങ്ങളും സ്കോളർഷിപ്പ് കൊടുക്കുവാനും നിയമം കേരളത്തിലുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും നമുക്കറിയാം. ഒരു മുസ്ലിം ഒരു വനിത ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് ഭവനം വെക്കുന്നതിനും മറ്റും ലക്ഷങ്ങൾ കൊടുക്കുവാൻ നിയമമുണ്ട്. അതേസമയത്ത് ഹിന്ദുക്കളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമങ്ങളാണ് ഈ കേരളത്തിൽ ഇതുവരെ മുഴുവൻ നടപ്പിലാക്കിയിട്ടുള്ളത് സത്യാവസ്ഥയാണ്. ഈ പറയുന്ന ആളുകൾക്ക് ഈ മതേതരത്വം പറയാൻ എന്തവകാശം? പക്ഷേ അതേ സമയത്ത് ഇവിടെ ശ്രീ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ എന്താണ് ചെയ്തത്? ഈ പറയുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും സഹോദരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മുസൽമാനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഒരേ അവകാശം നിങ്ങൾ നൽകിക്കൊണ്ട് എല്ലാ രീതിയിലുള്ള സംരക്ഷണവും ഇന്ത്യയുടെ ചരിത്രത്തിൽ കിട്ടിയിട്ടുള്ള കാലം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 5 വർഷക്കാലമാണെന്നുള്ളത് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കഴിഞ്ഞ 10-55 വർഷക്കാലം ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുകയുണ്ടായി. അവർ ഭരിച്ച കാലഘട്ടത്തിലെല്ലാം ഈ പറയുന്ന സാമുദായിക സ്പർദ്ധകളും കലഹങ്ങളും ഈ രാജ്യത്ത് എത്രയോ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്ന് വരെ
ഒരു തരത്തിലുള്ള സാമുദായികമായിട്ടുള്ള സ്പർദ്ധകളുമില്ലാതെ എല്ലാവർക്കും തുല്യനീതി നടപ്പിലാക്കിയ ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകുമ്പോഴാണ് ജാതീയമായി പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പൊ വയനാട്ടിലേക്ക് വരുമ്പോൾ സ്ഥാനാർത്ഥിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടതാണ്. അദ്ദേഹം അവിടെ വന്ന് നടത്തിയിട്ടുള്ള റോഡ് ഷോ ഉൾപ്പെടെ നിങ്ങൾ കണ്ടതാണ്. അന്ന് അതിന് വന്നിട്ടുള്ള ആളുകൾ വയനാട്ടുകാരല്ല, കേരളത്തിന്റെ കണ്ണൂർ കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെയും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആൾ കൊണ്ടുവന്നിട്ടാണ് ഒരു കൽപ്പറ്റയിൽ ഒരു റാലി നടത്തുന്ന ഗതികേട് കോൺഗ്രസിനുണ്ടായി എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ ഈ പറയുന്ന വയനാട്ടിൽ എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന ആൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്തത്? എല്ലാ സ്ഥലത്തും ചെയ്യുന്ന നാടകം മലയാളികളുടെ മുമ്പിലും അദ്ദേഹം കാണിച്ചു. നിങ്ങൾ കണ്ടു കാണും മാധ്യമങ്ങളിൽ. അതേ ഒരു മാധ്യമപ്രവർത്തകൻ മറിഞ്ഞു വീഴുന്നു, അപ്പൊ തന്നെ കരഞ്ഞുകൊണ്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എടുക്കുന്നു. അപ്പൊ SPG കാരൻ ചെരുപ്പ് കൊണ്ടുവന്ന് പെങ്ങടയെ കൊടുക്കുന്നു. പെങ്ങൾ ഈ ചെരുപ്പം കൊണ്ടുവന്ന് ഒരു പുതിയ കഥയുണ്ടാക്കി നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയുണ്ടായി. ഇത് നോർത്ത് ഇന്ത്യയിൽ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ മലയാളി ബുദ്ധിയുള്ളവനാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാമുദായികമായിട്ടുള്ള സ്പർദ്ധ കേരളത്തിൽ ഉണ്ടാക്കുവാൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും അത് വിലപ്പോകില്ല. ഒരു കാലഘട്ടത്തിൽ ഇവരുടെ പൂർവികർ ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനെയും രണ്ടായി വിഭജിച്ചത് ഇവരുടെ പൂർവികർ തന്നെയാണ്. അവർ തന്നെയാണ് കഴിഞ്ഞ ഇവിടെ വരുന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് സൗത്ത് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ്. ഇന്ത്യയെ തന്നെ രണ്ടായി ഭാഗിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? നമ്മളെ സംബന്ധിച്ചോളം വളരെ ശക്തമായി ഏതാണെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി പോലുമുള്ള സാധ്യതയില്ലാത്ത ആളാണ് വയനാട്ടിൽ മത്സരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. തീർച്ചയായും വരാൻ വേണ്ടി ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ 10 മടങ്ങ് ശക്തിയോടുകൂടെ ഈ രാജ്യം ഭരിച്ചിരിക്കും. അന്ന് ഇന്ത്യക്ക് ഓരോ ദിവസവും വളർച്ചയുടെ കാലമായിരിക്കും. അതിനുവേണ്ടി NDAയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാസർഗോഡ് സ്ഥാനാർത്ഥി രമേശ് തന്ത്രി വോട്ട് അഭ്യർത്ഥിക്കുന്നു. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിൽ മലയാളവും കന്നഡവും തുളുവും സ്വാധീനമുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥിയാണ് NDAയുടെ സ്ഥാനാർത്ഥി. അതിനെക്കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ട് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ആദരണീയനായ പ്രധാനമന്ത്രിജി വേദിയിലെത്തിയതിനു ശേഷം നമ്മൾ ഓരോരുത്തരും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ ടോർച്ച് നമ്മുടെ വേദിക്ക് അഭിമുഖമായി തെളിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു റിഹേഴ്സലാണ് ആദ്യം. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് വേദിക്ക് അഭിമുഖമായി തെളിക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നിൽക്കണം. ഓഫ് ചെയ്യാം. അടുത്തതായി പൊന്നാനി നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രൊഫസർ VT രമ വോട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞു, എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നുവോ, ശിരസ് അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്നുവോ, സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വർഗത്തിലേക്ക് ദൈവമേ എൻ്റെ നാടുണരേണമേ. വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദിജി ഭരിക്കുന്ന ഭാരതത്തിൽ ഭാരതം അഭിമാനത്തോടെ ശിരസ് ഉയർത്തിപ്പിടിക്കുകയാണ്. ആ അഭിമാനത്തിൻ്റെ നേർത്തുടർച്ച നമുക്ക് ഇനിയും കിട്ടാൻ നരേന്ദ്രമോദി ഭരണം ഒരിക്കൽ കൂടി വരണം. പൊന്നാനി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഭാരതീയ ജനതാ പാർട്ടി സ്ത്രീകളെ എന്തുമാത്രം അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവായി ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണുകയാണ്. 42 വർഷക്കാലമായി മുസ്ലിം ലീഗിൻ്റെ MP-മാർ ദേശാടന കിളികളെ പോലെ വോട്ട് നേടി വിമാനത്തിൽ ഡൽഹിക്ക് പോയി വികസനം മറന്നുവെച്ച പൊന്നാനിയിൽ ഞാൻ അവർക്ക് സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നത് വികസനത്തിൻ്റെ പൂക്കാലമാണ്. അത് BJPയുടെ വാക്കായി, സത്യത്തിൻ്റെ വാക്കായി, ധർമ്മത്തിൻ്റെ വാക്കായി ഞാൻ പൊന്നാനിക്കാരുടെ മുൻപിൽ സമർപ്പിക്കുന്നുണ്ട്. പൊന്നാനിക്കാർ വോട്ട് തന്ന്
താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. മലപ്പുറത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വോട്ട് അഭ്യർത്ഥിക്കും. വേദിയിലിരിക്കുന്ന ആദരണീയരായ നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നമസ്കാരം. ഈ വിശാലമായ അറബിക്കടലിൻ്റെ തീരത്ത് അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി ഈ സായം സന്ധ്യയിൽ മറ്റൊരു മനുഷ്യക്കടൽ തീർത്തിരിക്കുകയാണ്. ആ മനുഷ്യക്കടൽ തീർക്കുന്നതിനായി എൻ്റെ മണ്ഡലമായ മലപ്പുറത്തുനിന്നും എത്തിയ എല്ലാ സഹപ്രവർത്തകരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് മലപ്പുറത്തിൻ്റെ മണ്ണിലും താമര വിരിയിക്കുവാനുള്ള NDAയുടെ ഐതിഹാസികമായ പോരാട്ടത്തിൽ പങ്കാളികളാകുവാൻ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സഹപ്രവർത്തകരും ഇനിയുള്ള 10 ദിവസം സമാനതകളില്ലാത്ത പോരാട്ടത്തിന് തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരോട് പിന്നോക്ക മണ്ഡലമായ മലപ്പുറത്തെ മുന്നോക്ക മണ്ഡലമാക്കി മാറ്റുവാൻ, കേന്ദ്രം നടപ്പിലാക്കുന്ന മുഴുവൻ പദ്ധതികളും മലപ്പുറം മണ്ഡലത്തിക്കുവാൻ, മലപ്പുറം മണ്ഡലത്തെ വികസനത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ വെട്ടിപ്പിടിക്കുവാൻ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് താമര അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VK സജീവൻ അവരുടെ വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ശബരിമല വിഷയത്തിൽ പിണറായി ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാടിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ള രാമകൃഷ്ണ ഗുരുസ്വാമിയുടെ മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ ജനവിധി തേടുന്നത്. ഒരു കാര്യം ഈ തവണ ഉറപ്പാണ്. ഈ തവണ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അയ്യപ്പ സ്വാമിക്ക് താമര കൊണ്ട് പൂമാല തീർക്കാനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ബഹുമാന്യനായ PC സൂചിപ്പിച്ച കാര്യം ഞാൻ തിരുത്തുകയാണ്. ഈ മെയ് മാസം 23-ാം തീയതി ഈ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ അന്ന് വരാൻ വേണ്ടി പോകുന്നത് ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും എക്കാലത്തെയും ഉന്നതമായിട്ടുള്ള വലിയ വിജയത്തിന്റെ പ്രഖ്യാപനമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്ന് ആ പാർലമെന്റിൽ ഇരിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല വിഷയം മാത്രമല്ല, ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രം നമ്മുടെ കിസാൻ സമ്മാൻ നിധിയുടെ പണം ലഭിച്ചിട്ടുള്ള ഏതാണ്ട് 1,06,000 ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ പണം ഫണ്ടിലേക്ക് വന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാന്യനായ PC പറഞ്ഞത് തിരുത്തുകയാണ്. ആ പാർലമെന്റിൽ ഇരിക്കാൻ ഈ മലബാറിൽ നിന്ന് ഈ വേദിയിലുള്ള പലരും MP-മാരായി ആ പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ വേണ്ടി സാധിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ മലബാറിനെയും നമ്മുടെ പുതിയ ഇന്ത്യ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന, പുതിയ ഇന്ത്യ സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുന്ന നരേന്ദ്രമോദിജിക്കൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം അണിനിരത്താൻ നമുക്ക് പരിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അഭിവന്ദ്യനായ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമായ PK കൃഷ്ണദാസ് ജിയെ നമ്മെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു.
വേദിയിൽ ഉപവിഷ്ടരായ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കന്മാരെ, ഈ സായം സന്ധിയിൽ ഈ സമ്മേളന നഗരിയിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നമസ്കാരം. 17ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥമാണ് മലപ്പുറം, കോഴിക്കോട്, വടകര ലോകസഭാ നിയോജക മണ്ഡലങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ട് നാം ഈ മഹാസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഈ സമ്മേളനം വ്യക്തമാക്കുന്നത്, ദേശീയ തലത്തിൽ ഒപ്പം ദക്ഷിണ കേരളത്തിലും മധ്യ കേരളത്തിലും അലയടിച്ചുയരുന്ന മോദി തരംഗം ഈ വടക്കൻ കേരളത്തിലും ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സായം സന്ധ്യയിൽ നടന്ന ഈ മഹാസമ്മേളനം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ 17ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരു പ്രധാന പ്രത്യേകത, തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്നതിന് മുമ്പ് 17ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഏത് കുട്ടിക്കും പ്രഖ്യാപിക്കാൻ സാധിക്കും. 17ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്താരാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്നറിയാൻ പാഴൂർ പടിപ്പുരയിൽ പോയി കവടി നിരത്തേണ്ട ആവശ്യമില്ല. ആകാശം ഇടിഞ്ഞു വീണാലും, ഭൂമി പിളർന്നാലും, ഗംഗാനദി വറ്റിപ്പോയാലും ലോകാദരണീയനായ നേതാവ്, ഇന്നത്തെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ ദാമോദർ ദാസ് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും അവരോധിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് 4/3 ഭൂരിപക്ഷത്തോടെ ആയിരിക്കുമെന്ന കാര്യത്തിലും ആർക്കും സംശയം വേണ്ട. അതാണ് വർത്തമാനകാല രാഷ്ട്രീയം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തെയും അതിന്റെ പ്രിയങ്കരനായ നേതാവ് നരേന്ദ്രമോദിയെയും ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നു, ചങ്കുറപ്പുള്ള, കരളുറപ്പുള്ള ഒരു ഭരണാധികാരി ഈ രാജ്യത്തിനുണ്ടാകണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ തന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് വാഴനാരല്ല, നട്ടെല്ലാണുള്ളതെന്ന് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിരവധി വട്ടം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ആരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകേണ്ടതെന്നുള്ളത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, മിതമായ ഭാഷയിൽ പറയുന്നു, ശ്രീ നരേന്ദ്രമോദിക്ക് പകരം വെക്കാൻ പറ്റിയ ഒരാൺതരി കോൺഗ്രസിന്റെ തറവാട്ടിൽ പിറന്നിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികളുടെ തറവാട്ടിൽ ഒന്നും തന്നെ പിറന്നിട്ടില്ല. പറഞ്ഞാ മതി. ആരാ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് പകരം വെക്കാൻ പറ്റിയൊരു നേതാവ് പ്രതിപക്ഷ പാർട്ടികളിലുള്ളത്? പറയണം. ബെയിലിറങ്ങിയ രാഹുൽ ഗാന്ധിയാണോ? ജയിലിലുള്ള നമ്മുടെ കാലിത്തീറ്റ കുംഭകോണത്തിലെ പ്രതിയാണോ? ആരാണ്? പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാവരും നോക്കൂ നിങ്ങൾ. ഒന്നുകിൽ ജയിലിലാണവർ, അല്ലെങ്കിൽ ബെയിലിലാണവർ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ജയിലിലും ബെയിലിലുമുള്ള നേതാക്കന്മാർ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാകണമെന്ന് ഇന്ത്യയിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ, ദേശാഭിമാനികൾ, ദേശസ്നേഹികൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് രാജ്യത്തിനൊരു കാവൽക്കാരൻ വേണം.
അത് രാജ്യസ്നേഹിയായ കാവൽക്കാരൻ, സത്യസന്ധനായ കാവൽക്കാരൻ, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന കാവൽക്കാരൻ, ആ കാവൽക്കാരനാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലെത്തുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ ദാമോദർ ദാസ് നരേന്ദ്രമോദി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജൂതന്മാരും പാർസിയും മുഴുവൻ ദേശസ്നേഹികളും ഇന്ന് മോദിയെയും NDAയെയും അംഗീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും എല്ലാം അംഗീകരിച്ചിരിക്കുകയാണ്. BJP നേതൃത്വം നൽകുന്ന NDAയുടെ അത്ഭുതകരമായ വിജയത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ ദയനീയമായ പരാജയത്തെയും അവർ അംഗീകരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് AICC അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി വയനാട് ചുരം കയറാനുള്ള തീരുമാനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. എന്തിനാ ചുരം കയറാൻ തീരുമാനിച്ചത്? ദക്ഷിണേന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് താൻ 15 വർഷം പ്രതിനിധീകരിക്കുന്ന അമേത്തി 8-ൽ പൊട്ടുമെന്ന് 100% വിശ്വാസമുള്ളത് കൊണ്ടാണ് വയനാട് ചുരം കയറാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. മാത്രമല്ല, അമേത്തിയിൽ പൊട്ടുമെന്ന് മാത്രമല്ല, തനിക്ക് സുരക്ഷിതമായൊരു നിയോജക മണ്ഡലം വടക്കേ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം വയനാട്ടിലേക്ക് ചേക്കേറാൻ കാരണം. ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സൈന്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സൈന്യം. അവിടെയാണ് UPAയും LDFും എല്ലാവരും ഉള്ളത്. പ്രിയമുള്ളവരെ, യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സേനാധിപതി ഒളിച്ചോടിയിരിക്കുന്നു, പലായനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതല്ലേ സത്യം? ഞാൻ സൂചിപ്പിക്കുന്നു, ദേശീയ തലത്തിൽ ചിത്രം വളരെ വ്യക്തമാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിലും കേരളത്തിലും ചിത്രം വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും NDAയുടെ വിജയ സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞു, NDA കേരളത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ 25-30 വർഷം കഴിയണമെന്നാ പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം പിണറായിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയുമോ? ഏപ്രിൽ 23-ാം തീയതി കേരളത്തിലെ വോട്ടെടുപ്പ് നടക്കുകയാണ്. വോട്ടെടുപ്പിന് ശേഷം 30-ാമത്തെ ദിവസം വോട്ടെണ്ണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞ് വോട്ടെണ്ണുമ്പോൾ കേരളത്തിലെ നിരവധി നിയോജക മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ കേരളത്തിൽ നടക്കാൻ പോകുന്ന മറ്റൊരു അത്ഭുതം എന്താണെന്നറിയോ? രണ്ടാമത്തെ അത്ഭുതം, അത് നരേന്ദ്രമോദി അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസിന്റെ അടുക്കളയിൽ അഭയം പ്രാപിച്ച മാർക്സിസ്റ്റ് പാർട്ടി സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് വളരെ വ്യക്തമാണ്. പ്രിയമുള്ളവരെ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പിണറായി വിജയന്റെ പാർട്ടി മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പാണിത്. അടുത്ത പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കാൻ പോകുന്നത് മണിയടയാളത്തിലോ വടിയടയാളത്തിലോ കുടയടയാളത്തിലോ മാത്രമല്ല, ചിലപ്പോൾ BDJSന്റെ ചിഹ്നമായിട്ടുള്ള കുടമടയാളത്തിൽ അവകാശവാദം ഉന്നയിക്കേണ്ടി വരുമോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ഉണ്ടാവില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കും LDFനും രാഷ്ട്രീയ പാപ്പരത്വം സംഭവിച്ചു, രാഷ്ട്രീയം നഷ്ടപ്പെട്ടിരിക്കുന്നു. അന്ധമായ BJP വിരോധത്തിന്റെ പേരിൽ കോൺഗ്രസിനും UDFനും CPMനും LDFനും രാഷ്ട്രീയ പാപ്പരത്വം സംഭവിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ CK പപ്പേട്ടൻ
പറയാറുള്ളത് പോലെ ഈ UDF-ഉം LDF-ഉം അശ്ലീല മുന്നണികളാ. നിങ്ങൾ നോക്കും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു എന്താ, BJP ചില മണ്ഡലം ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന. ഒരു കാര്യം മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, മാർക്സിസ്റ്റ് പാർട്ടി റെഡ് സ്റ്റാർ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. റെഡ് സ്റ്റാർ രാഷ്ട്രീയം, ചുവപ്പ് താര രാഷ്ട്രീയം. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി റെഡ് സ്റ്റാർ രാഷ്ട്രീയത്തിൽ നിന്ന് റെഡ് സ്ട്രീറ്റ് രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ചുവപ്പ് നക്ഷത്ര രാഷ്ട്രീയത്തിൽ നിന്ന് ചുവപ്പ് തെരുവ് രാഷ്ട്രീയത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കണം, എങ്ങനെയാണ് സീതാറാം യെച്ചൂരി വയനാട്ടിൽ വന്നത്. കോൺഗ്രസിന് മാത്രം സ്ഥാനാർത്ഥിയല്ല, മുസ്ലിം ലീഗും ജിഹാദി സംഘടനകളും പിന്തുണക്കുന്ന കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് സീതാറാം യെച്ചൂരിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് ചുരം കയറിയത്. അതുകൊണ്ടാണ് AK ആന്റണി കണ്ണൂരിൽ നിന്ന് പറഞ്ഞത്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന്റെ ഗുണം മാർക്സിസ്റ്റ് പാർട്ടിക്കും LDF-നും കിട്ടുമെന്ന്. ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് നേതാക്കന്മാരോട്, AICC അധ്യക്ഷൻ മത്സരിക്കുമ്പോ അതിന്റെ ഗുണം കോൺഗ്രസിന് കിട്ടും, UDF-ന് കിട്ടും. ശൂര നരേന്ദ്ര മഹേന്ദ്ര തവനാദം മഹാമേഘ ഗർജനം അറബിക്കടലിന്റെ ഓരത്ത് രൂപം കൊണ്ട ഈ മനുഷ്യ മഹാസമുദ്രത്തെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിജി നരേന്ദ്രമോദിജി നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ സംസ്ഥാന സമിതിക്ക് വേണ്ടി ആരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി MT രമേശ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചരിത്രം അന്തിയുറങ്ങുന്ന കോഴിക്കോടിനു വേണ്ടി പ്രധാനമന്ത്രിജിയെ ആരോപണം ചെയ്യുന്നതിനു വേണ്ടി ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ, TP ജയചന്ദ്രൻ മാസ്റ്റർ, NDA ലീഡർ ഗിരി പാമ്പനാൽ, മാത്യു പേഴത്തിങ്കൽ എന്നിവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സൗവർണ സിന്ദൂര തേജസ്സിലെന്നും മനോജ്ഞ നരേന്ദ്ര, ആ സിംഹനാദം മുഴങ്ങട്ടെ നിത്യം നരേന്ദ്ര. ജനമനസ്സിലൊഴുകുമൊരു ഗംഗയായി നിൻ ധർമ്മ സുഹൃതമാം ഭാരതം കണ്ടേ. ആ സിംഹനാദം മുഴങ്ങട്ടെ നിത്യം നരേന്ദ്ര. ജനമനസ്സിലൊഴുകുമൊരു ഗംഗയായി നിൻ ധർമ്മ സുഹൃതമാം ഭാരതം കണ്ടേ. TP ജയചന്ദ്രൻ മാസ്റ്റർ പുഷ്പകിരീടം അണിയിക്കുന്നു.
ആമുഖമായി നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറിനോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സാരഥികളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സ്ഥാനാർത്ഥികളായ കണ്ണൂരിലെ സ്ഥാനാർത്ഥി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ CK പത്മനാഭൻ അവർകളെ, അതുപോലെ VK സജീവൻ വടകരയിലെ സ്ഥാനാർത്ഥി, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മലപ്പുറം കാൻഡിഡേറ്റ്, രവീഷ് തന്ത്രി കാസർഗോഡ് കാൻഡിഡേറ്റ്, ശ്രീ പ്രൊഫസർ VT രമ പൊന്നാനി സ്ഥാനാർത്ഥി, ശ്രീ KP പ്രകാശ് ബാബു ജയിലിൽ നിന്ന് പുറത്തു വന്ന് ശബരിമലയുടെ അതിൻ്റെ പേരിൽ ജയിലിലടച്ച കൽത്തുറുങ്കിലടച്ച ബഹുമാനായ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി പ്രകാശ് ബാബു, വയനാട്ടിലെ നമ്മുടെ അഭിമാനസ്തംഭമായ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി, മറ്റ് വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തിന് പോകേണ്ട സമയം കൂടി എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു നന്ദി പ്രകടനത്തിനുള്ള വേദിയാണ്. വാസ്തവത്തിൽ കേരള BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹത്തോട് നന്ദി പറയേണ്ട രണ്ട് കാര്യങ്ങൾ എൻ്റെ സ്മൃതിപഥത്തിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ്. ഒന്ന്, നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് 3 തവണ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികൾക്കായി 3 ദിവസങ്ങളിൽ കേരളത്തിൽ വന്നു. 18-ാം തീയതി അദ്ദേഹം വരാൻ പോകുന്നു. 4 തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആ മഹാമനസ്കതയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്, സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ശബരിമല മിണ്ടിപ്പോവരുതേ എന്ന് പറഞ്ഞവർ, ശബരിമല പറഞ്ഞാൽ കേസെടുക്കുമെന്ന് പറഞ്ഞവർ, തെരഞ്ഞെടുപ്പിൽ അയോഗ്യരാക്കുമെന്ന് പറഞ്ഞവർ, അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ശബരിമല സമരം, ധർമ്മസമരം, BJP ഒക്ടോബർ മാസം 1-ാം തീയതി ആദ്യമായി സമരരംഗത്തിറങ്ങിയ പൊതുപ്രസ്ഥാനം BJPയാണ്. ആ സമരത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ശബരിമലയോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമാക്കുമെന്ന് ആവർത്തിച്ച് നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തടയാൻ ആരുണ്ട്? ഈ 2 ദിവസം മുമ്പ് ഇവിടെ പുറത്തിറക്കിയ BJPയുടെ പ്രകടന പത്രികയിൽ, മാനിഫെസ്റ്റോയിൽ ശബരിമലയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ഭരണകൂടത്തിന്റെ, NDAയുടെ വരാൻ പോകുന്ന ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത വിളംബരം ചെയ്ത നമ്മുടെ പ്രധാനമന്ത്രിയോട് ഞാൻ വിശ്വാസികൾക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശബരിമലയിൽ ഈ തവണ ജനമനസ്സുകളിൽ വ്രതഹൃതരായ വിശ്വാസികൾ, ആ വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് പോരാട്ടത്തിന് തലങ്ങൾ സൃഷ്ടിക്കാൻ BJP ശ്രമിക്കും. ഞങ്ങളെ തടയാൻ ആർക്കും സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. ഈ അറബിക്കടലിലേക്കൊന്ന് നോക്കൂ. ഇതൊരു സമുദ്രമാണ്. ആ സമുദ്രത്തിന് പകരം സമുദ്രം മാത്രമേ ഉള്ളൂ. ആകാശത്തിലേക്ക് നോക്കൂ, അനന്തമായ ആകാശം. ആ ആകാശത്തിന് പകരം ഒന്നേയുള്ളൂ, അത് ആകാശം മാത്രമാണ്. വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി എന്ന അതുല്യ പ്രതിഭ, വിശ്വവിജയിയായ നമ്മുടെ നരേന്ദ്രമോദിജിക്ക് ബദൽ നരേന്ദ്രമോദി മാത്രമെന്ന നിലയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. നമ്മളിറക്കിയ മാനിഫെസ്റ്റോയിൽ ഒരു കണക്കുണ്ട്. 345 ലക്ഷം കോടി രൂപ
ഉള്ള സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുക എന്ന് പറഞ്ഞാൽ അടുത്ത 3 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നു. ഇതേ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ അമേരിക്കയെ തള്ളിമാറ്റിക്കൊണ്ട് 2030 ലോകത്തിലെ ഏറ്റവും വലിയ 1ാമത്തെയോ 2ാമത്തെയോ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട, അന്താരാഷ്ട്ര സമൂഹം പ്രഖ്യാപിക്കപ്പെട്ട നമ്മുടെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ രാജ്യത്തെ സമൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന, സുരക്ഷയിലേക്ക് കൊണ്ടെത്തിക്കുന്ന മഹാനുഭാവനായ ഒരു പ്രധാനമന്ത്രി കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യം, അതിനെ ഉൾക്കൊള്ളുക. നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. വിജയം നമ്മുടേതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം ചോദിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം ചുരുക്കുന്നു. നമുക്ക് ആരെയാണ് വേണ്ടത്? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം, വീണ്ടും വേണ്ടത് ആരെയാണ്? ആ ചോദ്യത്തിന് നിങ്ങൾ ഉറക്കെ ഉത്തരം പറയണം. നമുക്ക് വേണം, നമുക്ക് വേണം, വീണ്ടും വേണം, വീണ്ടും വേണം. ഒരു പ്രാവശ്യം പരമാവധി ഉച്ചത്തിൽ പറയണം, ലോകത്തെങ്ങും മുഴങ്ങണം. നമുക്ക് വേണം, വീണ്ടും വേണം. നമസ്കാരം. നമ്മുടെ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ നമ്മുടെ മുരളീധരൻജിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ മലയാളി കലക്കും എൻ്റെ വിഷു ആസാം സ്കൽ. Friends, I am delighted to be in Kozhikode, the divinity of the Tali Mahakshetram and the dynamism of the local population makes this land one of the most vibrant cities of India. കോഴിക്കോടിന്റെ മണ്ണിൽ ഒരിക്കൽ കൂടി എത്തിച്ചേരാൻ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. തളി മഹാക്ഷേത്രത്തിന്റെ ഈശ്വര ചൈതന്യവും ഇവിടുത്തെ ജനങ്ങളുടെ ഊർജ്ജസ്വലതയും ഈ ഭൂമിയെ, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും സചേതനമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നാക്കിയിട്ട് മാറ്റുകയാണ്. I remember being among you all in September 2016 when our national executive meeting was held here. 2016 സെപ്റ്റംബർ മാസം 25-ാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സമ്മേളനം, ദേശീയ കൗൺസിൽ യോഗം ഇവിടെ നടന്നപ്പോ നിങ്ങളോടൊപ്പം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു എന്നത് ഞാൻ ഓർക്കുകയാണ്. Today I am here requesting you to support BJP in the 2019 Lok Sabha elections. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇന്നിവിടെ വീണ്ടും നിങ്ങളുടെ മുൻപാകെ എത്തിയിട്ടുള്ളത്. Friends, for decades the communist LDF and communal UDF have dominated Kerala politics, but they have miserably failed the people of Kerala. സുഹൃത്തുക്കളെ, ദശാബ്ദങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷവും വർഗീയ വലതുപക്ഷവും UDF-ഉം അവര് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അവർ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റം നിരാശപ്പെടുത്തിയ രണ്ട് മുന്നണികളാണ് ഇവർ രണ്ടുപേരും. BJP presents
an alternative that is inclusive, democratic, and compassionate. BJP ഒരു ബദൽ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയം, കാരുണ്യത്തിന്റെ രാഷ്ട്രീയം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം, അതാണ് BJPയുടെ രാഷ്ട്രീയം. We will serve each and every citizen. ഈ നാട്ടിലെ ഓരോ പൗരനും അവന് നന്മ നൽകാനുള്ള വരുത്താനുള്ള രാഷ്ട്രീയം, അതാണ് BJPയുടേത്. Friends, UDF and LDF are different only in the name. In deeds, they are the same. ഇടതുപക്ഷവും UDFും LDFും അവര് പേരിൽ മാത്രമേ അവർ തമ്മിൽ വ്യത്യാസമുള്ളൂ. അവരുടെ പ്രവൃത്തികൾ അത് രണ്ടും ഒരേ തരത്തിലുള്ളതാണ്. Both have taken turns to loot the state. UDF has a full dictionary of scams. LDF is no better. Why have so many ministers resigned on corruption charges? Since May 2016, backdoor appointments have been taking place in state PSUs, but there is no vision for industrial development. ഈ രണ്ട് മുന്നണികളും മാറി മാറി കേരളത്തെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ്. UDFന്റെ നിഘണ്ടു, ആ നിഘണ്ടു മുഴുവൻ അഴിമതിയുടെ കഥകളാണ്. ഇടതുപക്ഷം അതിൽ നിന്ന് ഒട്ടും തന്നെ വ്യത്യസ്തമല്ല. എന്തുകൊണ്ടാണ് ഇത്രയധികം മന്ത്രിമാര് കേരളത്തിൽ അഴിമതിയുടെ പേരിൽ അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് രാജിവെക്കേണ്ടി വന്നത്? 2016 മുതൽ മെയ് മാസം 2016 മുതൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും. ഈ നാട്ടിൽ വ്യാവസായിക വികസനത്തിനുള്ള ഒരു കാഴ്ചപ്പാടുമില്ലാത്ത മുന്നണിയാണ് ഇപ്പോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. Parties here are experts at land grabbing. Com Trust workers are waiting for justice, but the parties here are insensitive to their needs. The condition of the Maur Gwalior Rayon factory indicates that the political leadership in the state lacks any plan for growth. ഇവിടുത്തെ പാർട്ടികൾ, ഈ രണ്ട് മുന്നണികളിലെയും പാർട്ടികൾ ഭൂമി കയ്യേറ്റത്തിന് നേതൃത്വം നൽകുന്നവരായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കോഴിക്കോട്ടെ കോംട്രസ്റ്റ് ഫാക്ടറിയിലെ തൊഴിലാളികൾ നീതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് വർഷങ്ങളായിട്ട്. പക്ഷേ ഈ സംസ്ഥാനത്തെ ഭരണത്തിലെയും പ്രതിപക്ഷത്തിലെയും പാർട്ടികൾ, അവർക്ക് കണ്ണും കാതുമില്ല ഈ തൊഴിലാളികളുടെ വേദനകൾ അറിയാൻ. മാവൂർ ഗോളിയോർ റയൺസ് ഫാക്ടറി, ആ ഫാക്ടറിയുടെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഈ മുന്നണികൾക്ക് ഈ നാടിന്റെ വികസനത്തിനുള്ള ഒരു പദ്ധതിയുമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് മാവൂർ ഗോളിയോർ റയൺസ്. Friends, electing the Congress and Communists is like giving a license to their leaders to engage in top-level corruption. നേതാക്കന്മാർക്ക് ഉയർന്ന തലത്തിലുള്ള അഴിമതി നടത്താനുള്ള ലൈസൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇടതുപക്ഷത്തെയും UDFനെയും തെരഞ്ഞെടുക്കുന്നത് എന്നാണ് കേരളത്തിലെ സ്ഥിതി. Right now, the entire nation is talking about a very big national scam of the Congress. This is the Tughlaq Road election scam. ഇപ്പോ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ ഒരു ദേശീയ തലത്തിലുള്ള കുംഭകോണം, കോൺഗ്രസിന്റെ കുംഭകോണം, തുഗ്ലക് റോഡ് തെരഞ്ഞെടുപ്പ് കുംഭകോണത്തെ കുറിച്ചാണ് ഇന്ന് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. In Madhya Pradesh, crores of rupees, bags of cash have been found. Detailed props reveal that the money trail reaches the house of a top Congress leader in Delhi's Tughlaq Road. മധ്യപ്രദേശിൽ കോടികളുടെ കറൻസി
നോട്ടുകെട്ടുകളുടെ ചാക്കുകെട്ടുകൾ അതാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിന്റെ അന്വേഷണം എത്തിച്ചേർന്നത് തുഗ്ലക് റോഡിലെ, ഡൽഹിയിലെ തുഗ്ലക് റോഡിലെ ഒരു ഉന്നതനായിട്ടുള്ള കോൺഗ്രസ് നേതാവുമായിട്ടാണ് ഇതിന്റെ ബന്ധം എന്നാണ്. Do you know who stays in Tughlaq Road in Delhi? നിങ്ങൾക്കറിയാമോ തുഗ്ലക് റോഡിൽ ആരാണ് ഡൽഹിയിലെ തുഗ്ലക് റോഡിൽ താമസിക്കുന്ന കോൺഗ്രസിന്റെ ഉയർന്ന നേതാവ് എന്ന്? If you thought it was bad, wait for the next part. The money that was being looted was meant to be used to provide nutrition to women and children. Can you imagine how shameless they are? After so long, they form a government in a state, but they utilize their time to grab money instead of serving people. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അടുത്ത ഭാഗം കൂടി കേൾക്കണം. ഈ കൊള്ളയടിച്ചിട്ടുള്ള പണം, മധ്യപ്രദേശിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പണം, അത് കുട്ടികൾക്കും സ്ത്രീകൾക്കും പോഷകാഹാരം നൽകാൻ വേണ്ടിയിട്ട് വകയിരുത്തിയ പണമാണ്. എത്ര നാണം കെട്ടവരാണ് ഈ കൊള്ളക്കാരെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ദീർഘകാലത്തിന് ശേഷം സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിച്ചു അവർ. പക്ഷേ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി മാറ്റിവെച്ച പണം, ആ പണം കൊള്ളയടിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Friends, Kerala's culture has come under immense attack from LDF and UDF. Kerala is a land of peace and harmony, but the insensitive communists and Congress have brought a culture of political violence. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ സംസ്കാരം ഇടതുപക്ഷത്തിൽ നിന്നും UDF-ൽ നിന്നും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം ശാന്തിയുടെയും സൗഹാർദ്ദത്തിന്റെയും മണ്ണാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാര്, അതോടൊപ്പം കോൺഗ്രസുകാര്, അവര് ഈ മണ്ണിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ, രാഷ്ട്രീയ അക്രമങ്ങളുടെ ഒരു സംസ്കാരമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. Several patriotic RSS and BJP Karyakartas have been attacked and killed for serving the people. ദേശാഭിമാനികളായിട്ടുള്ള നിരവധി BJP RSS പ്രവർത്തകർ അവരാക്രമിക്കപ്പെട്ടിരിക്കുന്നു, കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരൊറ്റ കാരണം കൊണ്ട്, അവരും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം. From Kozhikode, I want to ask outdated communists and fake liberals, why are you silent on the political violence in Kerala? What are your compulsions? ഈ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആശയത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്നവരോടും അതോടൊപ്പം കപട ഉദാരവാദികൾ എന്ന് നടിക്കുന്നവരോട്, അവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ മൗനം പാലിക്കുന്നു? കേരളത്തിലെ ഈ കൊലപാതകത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം, ആ രാഷ്ട്രീയ സംസ്കാരം എന്ത് നിർബന്ധമാണ്, എന്ത് തരത്തിലുള്ള സമ്മർദ്ദമാണ് നിങ്ങളുടെ മുകളിൽ ഈ മൗനത്തിന് കാരണമായിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. I assure my fellow BJP Karyakartas, your struggles will not go in vain. Their bullying will not weaken us. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകർക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ പരിശ്രമങ്ങൾ വെറുതെയാവില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അവരെന്തൊക്കെ ശ്രമിച്ചാലും ശരി, ആ ശ്രമങ്ങളൊന്നും തന്നെ നമ്മളെ ദുർബലപ്പെടുത്താൻ അതിന് അവർക്ക് സാധ്യമാകില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. Look at what happened in Tripura. There too, fear of communists was high.
they were taking to worse violence. They tried to hide their poor governance, but the people gave them a strong answer. From barely any presence, we formed the government with record majority. People placed their faith in us. The same will happen in Kerala. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ത്രിപുരയിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയും കമ്മ്യൂണിസ്റ്റുകാര് ഭയപ്പെടുത്തിയാണ് ഭരണം നടത്തിയിരുന്നത്. അങ്ങേയറ്റത്തെ അക്രമങ്ങൾ അയച്ചുവിട്ടിരിക്കുകയായിരുന്നു അവര്. അവിടെ ഭരണത്തിന്റെ പരാജയത്തെ മറച്ചുവെക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ജനങ്ങൾ ശക്തമായിട്ടുള്ള മറുപടി നൽകി. അവിടെ ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട്, റെക്കോർഡ് തകർക്കുന്ന ഭൂരിപക്ഷത്തോടു കൂടി അവിടെ സർക്കാർ രൂപീകരിച്ചു. ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചു. അത് തന്നെയാണ് കേരളത്തിലും വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. Friends, the Communists and Congress have blatant double standards when it comes to women empowerment. The so-called defenders of women's rights are the ones at the forefront of defending the brutal and barbaric practice of triple talaq. സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും സ്ത്രീ ശാക്തീകരണത്തിന്റെ വിഷയം വരുമ്പോ അവർക്ക് ഇരട്ടത്താപ്പാണ്, നാണമില്ലാത്ത ഇരട്ടത്താപ്പ്. അവര് വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്നവർ. പക്ഷെ അവരാണ് മുത്തലാഖിന്റെ വിഷയം വരുമ്പോ ഏറ്റവും മനുഷ്യത്വഹീനമായിട്ടുള്ള, ഏറ്റവും മൃഗീയമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള മുത്തലാഖ് പോലെയുള്ള നടപടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നതും ഇവർ തന്നെയാണ്. But then these so-called liberals activate their entire network of fake NGOs, fake civil society groups, urban Naxal, Tukde gang to interfere in the faith and tradition of our land. ഈ പറഞ്ഞ നിരവധി ഈ തരത്തിലുള്ള കപട ഉദാരവാദികൾ അവരുടെ രാജ്യവ്യാപകമായിട്ടുള്ള ശൃംഖല, സന്നദ്ധ സംഘടനകളുടെ ശൃംഖല അത് സജീവമാക്കുന്നു. വിവിധ ജനങ്ങളുടെ ശബ്ദം എന്നുള്ള പേരില് അവർ ഉയർന്നു വരുന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മാവോവാദികൾ ഉയർന്നു വരുന്നു. JNU പോലെയുള്ള സ്ഥലങ്ങളിലെ രാജ്യത്തെ തുണ്ടം തുണ്ടമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ അവരൊരുമിച്ച് വരുന്നു. ഇവരെല്ലാവരും ഈ രാജ്യത്തിന്റെ പരമ്പര, ഈ രാജ്യത്തിന്റെ ആചാരങ്ങളുടെ കാര്യം, ആ കാര്യത്തിൽ ഇടപെടുന്ന കാര്യം വരുമ്പോ അവരെല്ലാവരും ഒരുമിച്ച് വരുന്നു. They are trying to make Kerala a laboratory of their mischief. They are insulting sentiments of the people. ഇവരെല്ലാവരും ഒരുമിച്ച് വന്നുകൊണ്ട് കേരളത്തെ അവരുടെ ഈ പറഞ്ഞ ദുഷ്ടബുദ്ധിയുടെ പരീക്ഷണശാലയാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ വികാരങ്ങളെ അവഹേളിക്കുകയാണ് അവർ. They call themselves champions of speech and expression, but they deny the same to the people of Kerala. അവര് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നു, പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് നിഷേധിക്കുന്നു. Their tricks are aimed at making people helpless in their own land. But if UDF and LDF think they can destroy our faith, they are mistaken. Their lathis, their lies, and their disgusting mischief will never be able to destroy our traditions. അവരുടെ തന്ത്രങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തന്നെ നിസ്സഹായരാക്കാൻ, അത് സ്വന്തം നാട്ടിൽ നിസ്സഹായരാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ്. UDF-ഉം LDF-ഉം വിചാരിക്കുന്നത് അതിലൂടെ
കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളെ തകർക്കാമെന്നാണെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അവരുടെ ലാത്തി ചാർജുകൾ, അവരുടെ ലാത്തികൾ, അവരുടെ കാപട്യങ്ങൾ, അവരുടെ കള്ളങ്ങൾ, അവരുടെ ദുസ്സഹമായിട്ടുള്ള ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ, ഇതൊന്നും തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളെ തകർക്കാൻ മതിയാകില്ല എന്ന് ഞാൻ അവരോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Till BJP there, the force of the LDF and parts of the UDF will not be able to destroy Kerala's traditions. ഇടതുപക്ഷത്തിന്റെ ശക്തിയും അത് ഇനിയല്ലെങ്കിൽ UDFന്റെ ശക്തിയും അത് ഭാരതീയ ജനതാ പാർട്ടി ഉള്ളിടത്തോളം കാലം ഈ ശക്തികൾക്കൊന്നും തന്നെ കേരളത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കേരളത്തിന്റെ സംസ്കാരത്തെ തകർക്കാൻ അതിന് അവർക്ക് സാധിക്കില്ല എന്ന് ഞാൻ ഈ മണ്ണിൽ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. I want to say it clearly. BJP stands with Kerala. BJP stands with our faith. ഞാൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തോടൊപ്പമാണ്. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തോടൊപ്പമാണ്. भाइयों और बहनों, अपने राजनीतिक स्वार्थ की वजह से कुछ लोग आस्था और 3 तलाक जैसे अत्याचार के बीच का फर्क नहीं समझना चाहते. സഹോദരി സഹോദരന്മാരെ, ചില ആളുകൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് വിശ്വാസത്തിന്റെയും അതോടൊപ്പം അതും വിശ്വാസവും മുത്തലാഖ് പോലെയുള്ള അതിക്രമങ്ങളും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ അവർ കൂട്ടാക്കുന്നില്ല. भारत की हजारों वर्ष की सांस्कृतिक परंपरा है. इन परंपराओं पर लोगों का विश्वास है. सैकड़ों वर्ष की गुलामी के दौरान विदेशी ताकतों ने बार बार इन परंपराओं को तार तार करने का प्रयास किया, लेकिन सफल नहीं हो पाई. ഈ നാടിന്റെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം, ആ സാംസ്കാരിക പാരമ്പര്യം ഈ നാട്ടിലെ ജനങ്ങൾ കാത്തുസൂക്ഷിച്ച ആ പാരമ്പര്യമാണത്. ഈ പാരമ്പര്യത്തെ ആക്രമിച്ചില്ലാതാക്കാൻ ദീർഘകാലത്തെ അടിമത്തത്തിന്റെ കാലഘട്ടങ്ങളിൽ വിദേശ ശക്തികൾ, ആ ശക്തികൾ നിരവധി തവണ ശ്രമിച്ചു, അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു, പക്ഷേ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. अब सुप्रीम कोर्ट के आदेश की आड़ में कुछ ताकतों ने फिर अपना स्वार्थ साधने की कोशिश की है. ചില ആളുകൾ, ചില ശക്തികൾ സുപ്രീം കോടതി വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ സാംസ്കാരിക പാരമ്പര്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. हमारी परंपराओं पर यह हमला स्वीकार नहीं होगा. निर्दोष भक्तों पर लाठियां अब स्वीकार नहीं होगी. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ, നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന് നേരെയുള്ള ഒരു തരത്തിലുള്ള അക്രമങ്ങളും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ നാട്ടിലെ നിരപരാധികളായിട്ടുള്ള ഭക്തർ, അവരുടെ മുകളിൽ പതിക്കുന്ന ഒരു ലാത്തിയെയും ഞങ്ങൾ അംഗീകരിക്കില്ല, അത് സ്വീകരിക്കാനും സാധ്യമല്ല. अपने ही देश में सैकड़ों वर्ष पुरानी आस्था का पालन करने के लिए, शांति से अपनी श्रद्धा प्रकट करने के लिए अगर लाठी खानी पड़ जाएगी तो ये गलत होगा. നമ്മുടെ ഈ സ്വന്തം നാട്ടിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾ ആചരിക്കാൻ വേണ്ടിയിട്ട്, സമാധാനപൂർണമായിട്ട് നമ്മുടെ ഭക്തി പ്രകടിപ്പിക്കാനായിട്ട്, അതിനു വേണ്ടിയിട്ട് ലാത്തി ചാർജ് ഏൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു സാഹചര്യമാണ്. भाइयों और बहनों, भारतीय जनता पार्टी का प्रयास होगा कि सुप्रीम कोर्ट के सामने केरल की सैकड़ों वर्ष पुरानी आस्था, परंपरा और पूजा पद्धति का विषय
विस्तार से रखा जाए। हमारी सरकार ये भी कोशिश करेगी कि आस्था और विश्वास के विषयों को संवैधानिक संरक्षण मिले। സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, ഇവിടുത്തെ പദ്ധതികൾ, ആരാധനാ രീതികൾ, ഇതെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ മുൻപാകെ വിശദമായിട്ട് അവതരിപ്പിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള പ്രയത്നവും എല്ലാവിധത്തിലുള്ള പരിശ്രമവും ഭാരതീയ ജനതാ പാർട്ടി നടത്തും. അത് മാത്രമല്ല, സർക്കാർ, കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ സംരക്ഷണം, ജനങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ജനങ്ങളുടെ ആചാര പദ്ധതികൾ, ആ പദ്ധതികൾക്ക് ഭരണഘടനയുടെ സംരക്ഷണം ലഭ്യമാക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമവും സർക്കാർ നടത്തും. In any case, those who track record is ice cream parlor case and solar scam should not talk about women empowerment. It does not suit them. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുന്നവര്, അവരുടെ ചരിത്രം നമുക്കറിയാം. സോളാർ സ്കാമിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്നവർ, ഐസ്ക്രീം പാർലർ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവര് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുമ്പോ അത് അവർക്ക് യോജിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Friends, communists and Congress only serve their vote banks. NDA government believes in Sabka Saath, Sabka Vikas. While making policies, we do not see the caste, creed or religion of the person. സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയം വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയമാണ്. ദേശീയ ജനാധിപത്യ സർക്കാർ വിശ്വസിക്കുന്നത് എല്ലാവർക്കും വികസനം, എല്ലാവരോടും ഒപ്പം എന്നുള്ള ആശയത്തിലാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നയരൂപീകരണത്തിന്റെ സമയത്ത് ഞങ്ങള് ഒരാളുടെയും ജാതി നോക്കാറില്ല. ഞങ്ങളുടെ മുന്നിൽ വർഗവർണ്ണ വ്യത്യാസങ്ങളില്ല. അങ്ങനെയുള്ള നയരൂപീകരണമാണ് ഞങ്ങൾ നടത്തുന്നത്. When the pace of roads, railways and other infrastructure is double, it connects every Indian. When India's farmers get income support up to the tune of rupees 75,000 crore per year, farmers from all communities benefit. Development can never be seen through the narrow prism of the vote bank politics. റെയിൽവേയുടെയും അതുപോലെ പശ്ചാത്തല വികസനത്തിന്റെയും മേഖലകളിൽ അഭൂതപൂർവമായിട്ടുള്ള ആ വളർച്ച കൈവരിക്കുമ്പോൾ അത് ഈ രാജ്യത്തെ മുഴുവൻ ഇന്ത്യക്കാരനെയും അവരെ മുഴുവൻ തന്നെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന പ്രവർത്തനമാണ്. അതോടൊപ്പം ഈ നാട്ടിലെ കർഷകർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉജ്ജ്വല ഉൾപ്പെടെയുള്ള പദ്ധതികൾ അത് നടപ്പിലാക്കുമ്പോൾ അതെല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള നന്മ, അവർക്ക് വേണ്ടിയിട്ടുള്ള വികസനം എത്തിക്കലാണ്. Friends, the opposition's non-serious attitude towards national security is known. When Congress was in power in India, the country saw many terror attacks, but they did nothing. Now, when our forces successfully eliminate terrorists inside their own homes, Congress and left and their allies question our forces. സുഹൃത്തുക്കളെ, ദേശീയ സുരക്ഷയുമായിട്ടുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ താല്പര്യമില്ലായ്മ, പ്രതിപക്ഷത്തിന്റെ താല്പര്യമില്ലായ്മ നമുക്കെല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നപ്പോ ഈ രാജ്യം നിരവധി ഭീകരവാദ ആക്രമണങ്ങൾക്ക് വിധേയമായി. പക്ഷേ അവരൊന്നും ചെയ്തില്ല. പക്ഷെ ഇപ്പോ നമ്മുടെ സൈന്യം ഈ ഭീകരവാദികളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിനകത്ത് കയറി അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ കോൺഗ്രസും ഇടതുപക്ഷവും അവരുടെ സഖ്യകക്ഷികളും ഈ സേനയെ ചോദ്യം ചെയ്യുകയാണ്.
They were silent when they had to act. Today, when the bare minimum they can do is show support, they prefer to question and insult our forces. അവർ പ്രവർത്തിക്കേണ്ട സമയത്ത് അവർ നിശബ്ദരായിരുന്നു. ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് പിന്തുണയ്ക്കെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അവർ ചെയ്യുന്നത് ഈ നാട്ടിലെ സേനയെ അപമാനിക്കുന്നു, സേനയെ ചോദ്യം ചെയ്യുന്നു. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. Do you know our opposition leader are now heroes in Pakistan, where their speeches are quoted, their statements used freely by the leadership there to discredit India. ഇന്ന് നിങ്ങൾക്കറിയാമോ, നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാര് പാകിസ്ഥാനിൽ വീരനായകന്മാരാണ്. കാരണം അവരുടെ പ്രസംഗങ്ങളാണ് അവിടുത്തെ പാകിസ്ഥാനികൾ ഉദ്ധരിക്കുന്നത്. അവരുടെ പ്രസ്താവനകളാണ് അവിടുത്തെ നേതാക്കന്മാർ ഉദ്ധരിക്കുന്നത് ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടിയിട്ട്. Here in Kerala, Congress and Communists have given a free pass to extremist organizations that are fomenting hate and radicalization among youngsters. It is important to teach such elements a strong lesson through the ballot. ഇവിടെ കേരളത്തിൽ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ ഭീകരവാദികൾക്ക് ഒരു സൗജന്യ പാസ് കൊടുത്തിരിക്കുകയാണ്. ഭീകരവാദ സംഘടനകൾക്ക് സൗജന്യ പാസ് കൊടുക്കുകയാണ്. വിദ്വേഷവും തീവ്രവാദവും വളർത്തുന്ന സംഘടനകൾ, ചെറുപ്പക്കാരുടെ ഇടയിൽ വളർത്തുന്ന സംഘടനകൾ, അങ്ങനെയുള്ളവർക്ക് അവരോടെടുത്തിരിക്കുന്ന സമീപനം ഇതാണ്. ഈ ശക്തികളെ അവർക്ക് ശക്തമായിട്ടുള്ളൊരു പാഠം പഠിപ്പിക്കേണ്ട സാഹചര്യം, ഈ സമ്മതിദാനാവകാശത്തിലൂടെ ശക്തമായിട്ടുള്ള പാഠം പഠിപ്പിക്കേണ്ട സാഹചര്യമാണ് ഇപ്പൊ സംജാതമായിരിക്കുന്നത്. Friends, we are working to boost tourism in Kerala and the rest of the nation. Tourist arrivals have increased by almost 45% ever since we took office. The e-visa facility for over 166 nations has been a game changer. സുഹൃത്തുക്കളെ, കേരളത്തിൽ വിനോദസഞ്ചാരം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളോടൊപ്പം കേരളത്തിലും വിനോദസഞ്ചാരം വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഭരണമേറ്റെടുത്തതിന് ശേഷം ഈ രാജ്യം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 45% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 166 രാജ്യങ്ങൾ ഇന്ന് ഇലക്ട്രോണിക് വിസ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ വിനോദസഞ്ചാര മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. When tourists increase, local guides earn, shops earn, food stalls earn, and tea sellers also earn. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമ്പോ അവർക്ക് വഴികാട്ടിയാകുന്ന ആളുകൾ, ഗൈഡുകൾ, അവരുടെ വരുമാനം വർദ്ധിക്കുന്നു. കടകളിൽ വരുമാനം വർദ്ധിക്കുന്നു, ഭക്ഷണശാലകളിൽ വരുമാനം വർദ്ധിക്കുന്നു, ചായക്കച്ചവടക്കാരുടെ അടക്കം വരുമാനം വർദ്ധിക്കുന്നു. And I would like to emphasize, terrorism divides, tourism unites. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഭീകരവാദം ജനങ്ങളെ വിഭജിക്കുന്നു, വിനോദസഞ്ചാരം ജനങ്ങളെ ഒരുമിപ്പിക്കുന്നു. Friends, your happiness is my happiness, and whenever you have faced troubles, I will leave no stone unturned to solve them. സുഹൃത്തുക്കളെ, നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എപ്പോഴൊക്കെ നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലൊക്കെ അത് പരിഹരിക്കാൻ എല്ലാ ശ്രമവും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. Several people, including many from Kerala, got stuck in conflicts in the Gulf and Africa. These are honest, hard-working people.
who are earning money for their families, but they face problems due to forces of terror. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലും ആഫ്രിക്കയിലും അവര് വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അകപ്പെട്ടു. അവര് അധ്വാനിക്കുന്നവരാണ്, അവര് സത്യസന്ധരായിട്ടുള്ള ആളുകളാണ്, അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ വേണ്ടി പോയവരാണ്. പക്ഷെ അവര് ഭീകരവാദത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവരവിടെ ചില പ്രശ്നങ്ങൾ നേരിട്ടു. In the last 4 years, nurses from Iraq were brought back safely. Thousands of Indians came back home from Yemen, South Sudan and Libya. Father Tom came back home safely after 18 months in captivity. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ ഇറാഖിൽ നിന്ന് ഉള്ള നേഴ്സുമാര്, അവര് വിഷമനുഭവിച്ച നേഴ്സുമാരെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ആയിരക്കണക്കിന് ഇന്ത്യക്കാര് സുഡാനിലെയും ലിബിയയിലെയും യമനിലും കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവന്നു. മലയാളിയായിട്ടുള്ള ഫാദർ ടോം 18 വർഷക്കാലം ഭീകരവാദികളുടെ തടങ്കലിലായിരുന്ന ഫാദർ ടോമിനെ തിരിച്ചു കൊണ്ടുവന്നത് ഈ സർക്കാരാണ്. Just seeing the joy on the faces of the families of those who came back is a memory I will never forget. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യമാണ്. ഈ കുടുംബാംഗങ്ങൾ, ഈ ആളുകൾ അവർ തിരിച്ചു വന്നപ്പോ അവരുടെ കുടുംബാംഗങ്ങളുടെ മുഖത്ത് കണ്ട സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആ ദൃശ്യം എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. Friend, during my travel to the Gulf, I make it a point to spend time with Indians working there. I visited camps in Saudi Arabia, UAE and Qatar. I sat with my brothers. We shared a meal and lot of conversations. I assure them, your Prime Minister is working hard in India to ensure a bright future of their children. സുഹൃത്തുക്കളെ, ഗൾഫ് നാടുകളിലേക്കുള്ള പര്യടന വേളകളിൽ അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരോടൊപ്പം സമയം കണ്ടെത്താൻ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തിയിരുന്നു. അവിടുത്തെ തൊഴിലാളി ക്യാമ്പുകൾ, സൗദി അറേബ്യയിലും UAE-യിലും ഖത്തറിലുമൊക്കെയുള്ള തൊഴിലാളി ക്യാമ്പുകൾ സന്ദർശിച്ചു. അവിടുത്തെ ചെറുപ്പക്കാരോടൊപ്പം ഞാൻ ഒരുമിച്ചിരുന്നു, അവരോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, അവരോടൊപ്പം സംഭാഷണം നടത്തി. അവരോട് ഞാൻ ഉറപ്പ് നൽകി, നിങ്ങളുടെ പ്രധാനമന്ത്രി നിങ്ങളുടെ മക്കളുടെ ജീവിതം അവർക്ക് ശോഭനമായിട്ടുള്ള ഒരു ഭാവി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കഠിനാധ്വാനം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് എന്ന്. Friends, Congress and left have taken Kerala for granted. The people of the state have a big heart. Their doors are open for everyone, which is why some people are coming to take advantage of their goodness. സുഹൃത്തുക്കളെ, കോൺഗ്രസും ഇടതുപക്ഷവും കരുതുന്നത് കേരളത്തിൽ എന്തുമാകാം, ഒരു കുഴപ്പമുണ്ടാകില്ല എന്നാണ്. ഈ സംസ്ഥാനത്തെ ജനങ്ങള് വിശാല ഹൃദയരാണ്. അവരുടെ വാതിലുകൾ എല്ലാവർക്കും വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ നന്മയെ ദുരുപയോഗപ്പെടുത്തുകയാണ് ഇവർ രണ്ടു കൂട്ടരും. Beware of those people who come to Kerala not to serve you but to save themselves. കേരളത്തിലേക്ക് കടന്നു വരുന്ന ഇത്തരക്കാരെ നിങ്ങൾ സൂക്ഷിക്കണം. അവര് നിങ്ങളെ സേവിക്കാൻ വേണ്ടിയല്ല, അവര് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയാണ് കേരളത്തിലേക്ക് വരുന്നത്. Those unveil themselves for tax fraud are coming to Kerala for their own political bailout. നികുതി വെട്ടിപ്പിന്റെ പേരിൽ നികുതി വെട്ടിപ്പിന് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന ചില ആളുകൾ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് അവരെ രാഷ്ട്രീയ ജാമ്യം കിട്ടാൻ വേണ്ടിയാണ്. When such leaders or their party members come to ask for your vote, ask them to tell you about their poor performance in seat they currently represent.
they will have nothing to say. അങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ വരുമ്പോ അവരുടെ പാർട്ടി പ്രവർത്തകര് നിങ്ങളോട് വോട്ടിന് ചോദിക്കുമ്പോ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇപ്പൊ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം, ആ മണ്ഡലത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് ഒന്നും പറയാനുണ്ടാവില്ല എന്നുറപ്പാണ്. Friends, over the last 5 years, India has made sustained progress, but we want to work even more. Our Sankalpa Patra presents a comprehensive e-vision for adding more speed to India's development. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യ വലിയ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കിനിയും കഠിനാധ്വാനം നടത്തേണ്ടതുണ്ട്, നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള സങ്കല്പ പത്രം, പ്രകടന പത്രിക, അത് ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാട്, ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള തീവ്രത വർദ്ധിപ്പിക്കാനുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് നമ്മൾ പുറത്തിറക്കിയിരിക്കുന്നത്. On the 23rd, I urge you all to vote for NDA. I especially urge first-time voters. All your life you saw LDF and UDF disappoint you. This time, give a chance to BJP. We shall provide the governance you deserve. Thank you for joining us in such a large numbers. Happy Vishu, happy Easter. Thank you again. 23-ാം തീയതി നിങ്ങളെല്ലാവരും പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തൂ. ഞാൻ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഇടതുപക്ഷവും UDFും നിങ്ങളെ നിരാശപ്പെടുത്തി, ജീവിതകാലം മുഴുവൻ നിരാശപ്പെടുത്തി. നിങ്ങൾ ഈ തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അവസരം നൽകൂ. നിങ്ങൾ അർഹിക്കുന്ന സദ്ഭരണം ഞങ്ങൾ നിങ്ങൾക്ക് നൽകും. ഈ സന്ദർഭത്തിൽ ഇത്രയും വലിയ സംഖ്യയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സന്തോഷകരമായിട്ടുള്ള ആഹ്ലാദകരമായിട്ടുള്ള വിഷു ആശംസകൾ നേർന്നുകൊണ്ട്, ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. താങ്ക് യു. ഈ പൊതുസമ്മേളനത്തിൽ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ജിജേന്ദ്രൻ അവർകളെ ക്ഷണിക്കുന്നു. ദേശാഭിമാനം സുഹൃതം മനോജ്ഞം നിന്നാമമൊരു സൂര്യകിരണാംശു പോൽ പുണ്യമല്ലോ. നൽകാം പ്രണാമം, നിത്യം പ്രണാമം, നൽകാം പ്രണാമം, നിത്യം പ്രണാമം. ഇന്ദ്ര ് 58 മാസം കൊണ്ട് 34 വിമാനത്താവളങ്ങൾ നിർമ്മിച്ചു. ഈ രാജ്യത്തെ പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ ബേട്ടി പഠാ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ നമുക്കെല്ലാവർക്കും അറിയാം. പിഞ്ചു കുട്ടികളുടെ വിദ്യാഭ്യാസം സംരക്ഷിക്കുന്നു, പിഞ്ചു കുട്ടികളെ കൈപിടിച്ചുയർത്തുന്നു. അവരുടെ ഭാവി 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാം തന്നെ കൈപിടിച്ചുയർത്തുന്ന ഗവൺമെന്റ്. അഭിമാനത്തോടുകൂടി നമുക്ക് വോട്ടർമാരുടെ മുന്നിൽ പറയാൻ വേണ്ടി സാധിക്കണം. ഇന്നലെ വരെ ഇവിടെ നരേന്ദ്രമോദിയെ കല്ലെറിയുന്നവർ ആരെങ്കിലും ആകട്ടെ, നരേന്ദ്രമോദിയെ തൂക്കിലേറ്റുന്നവർ ആരെങ്കിലും ആകട്ടെ, നരേന്ദ്രമോദിയെ പരസ്യമായി അധിക്ഷേപിക്കുന്നവരാരുമാകട്ടെ, അഭിമാനത്തോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും വോട്ടർമാരോടൊരു ചോദ്യം ചോദിക്കാം. ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ ഈ രാജ്യത്ത് ഒട്ടനവധി പ്രധാനമന്ത്രിമാർ വന്നല്ലോ. EMS നമ്പൂതിരിപ്പാട് മുതൽ ബഹുമാനനായ പിണറായി വിജയൻ വരെ ഭരിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണും നമ്മൾ കണ്ടല്ലോ.
ഇന്നലെ വരെ ഏതെങ്കിലും ഒരു പട്ടിണിപ്പാവം, ഒരു സെന്റ് ഭൂമിയില്ലാത്തവൻ, വഴിയോരത്ത് ആകാശത്തെ മേൽക്കൂരിയായി നോക്കി നിൽക്കുന്ന ഒരു പാവപ്പെട്ടവൻ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയാൽ ഒരു 5 സെന്റ് ഭൂമിയുടെ നികുതി രശീതിയില്ലാതെ, 2 ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ സെക്യൂരിറ്റി ആൾജാമ്യമില്ലാതെ 1,00,000 രൂപ കൊടുത്തതിന്റെ ഒരു കഥ പറയാൻ കോൺഗ്രസിനെയും CPM-നെയും പരസ്യമായി നാം വെല്ലുവിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ.